ഒരു സന്ദേശം വന്ന രാത്രി. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ചായക്കട അടയ്ക്കാനുള്ള തിരക്കിലായിരുന്നു രാഘവൻ. അപ്പോഴാണ് ഫോണിൽ ഒരു വാർത്താ അറിയിപ്പ് തെളിഞ്ഞത്. ഓൺലൈൻ തട്ടിപ്പിൽ വീണ്ടും ലക്ഷങ്ങൾ നഷ്ടമായി, യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രാഘവൻ നിശബ്ദനായി. ഏതാനും മാസം മുൻപ് വിദേശജോലി വാഗ്ദാനം ചെയ്ത ഒരു ലിങ്കിൽ വിശ്വസിച്ച് തന്റെ മകന്റെ സമ്പാദ്യവും നഷ്ടമായത് അയാൾ ഓർത്തു. പണത്തേക്കാൾ വലിയ നഷ്ടം മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണെന്ന് അയാൾക്ക് തോന്നി. ചായ വാങ്ങാൻ വന്നിരുന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ഇപ്പോൾ വാർത്തകളിൽ മാത്രമല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. നാളെ അത് നമ്മുടെ വീട്ടുവാതിൽക്കൽ എത്തില്ലെന്ന് ആരാണ് ഉറപ്പ് പറയുക? ആ രാത്രി രാഘവൻ വീട്ടിലെത്തി മക്കളെ വിളിച്ചിരുത്തി. ഫോണിൽ വരുന്ന എല്ലാ വാർത്തകളും സത്യമായിരിക്കണമെന്നില്ല. എല്ലാ വാഗ്ദാനങ്ങളും അവസരങ്ങളല്ല. സംശയിക്കാൻ പഠിക്കണം. ചോദിക്കാൻ മടിക്കരുത്, അയാൾ പറഞ്ഞു. മകൾ ചോദിച്ചു, അച്ഛാ, അപ്പോൾ നല്ല മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയും? രാഘവൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു. നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതിലും പ്രധാനമാണ് നമ്മൾ നല്ല മനുഷ്യരായി തുടരുന്നത്, അദ്ദേഹം മറുപടി നൽകി. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ടെലിവിഷനിൽ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് തെളിഞ്ഞു. എന്നാൽ ആ വീട്ടിൽ അന്ന് പിറന്നത് ഭയമല്ലായിരുന്നു, ജാഗ്രതയായിരുന്നു. കാരണം സമകാലിക വാർത്തകൾ നമ്മളെ പേടിപ്പിക്കാൻ മാത്രമല്ല വരുന്നത്, ചിലപ്പോൾ നമ്മളെ ഉണർത്താനുമാണ്.